തുടക്കം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ റെഡി ആവണ വീഡിയോ ആണെന്ന്. ഇത് അങ്ങനത്തെ വീഡിയോ ഒന്നുമല്ല. നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു കുറച്ച് വേഷം കെട്ടുകളൊക്കെയാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിന്ന് ഉച്ചയ്ക്ക് ഊണിനുള്ള കറി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ചീരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവന്മാർക്കാണെങ്കിൽ ഈ പച്ചക്കറി ഉള്ള ദിവസം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കുറച്ച് ഉപ്പും മുളകൊക്കെ പുരട്ടി വറുത്തെടുക്കും. നമ്മളിങ്ങനെ സാധാ മീൻ വറുക്കുന്ന പോലെയൊക്കെ. നമുക്ക് മീനൊക്കെ ഇല്ലാത്ത ദിവസം ഇങ്ങനത്തെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇവന്മാരെ കഴിപ്പിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരെ കൊണ്ടുപോകാതെയാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. അവന്മാർക്കാണ് എടുക്കാൻ പോയത്. അപ്പോൾ അതേ ഉണ്ണിമോൾക്ക് ഞാൻ ജീൻസൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർ കിടന്ന് അവിടെ ബഹളം ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടപ്പെടാത്തതും എന്തെങ്കിലും ഒരു പൊട്ട സാധനമൊക്കെ പിടിച്ചിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പോയി സെലക്ട് ചെയ്യാമെന്ന് കരുതി. പക്ഷെ ഞങ്ങൾക്ക് പാളി. കാരണം ജീൻസൊക്കെ ആകുമ്പോൾ ഇട്ട് നോക്കണമല്ലോ. ലെങ്ത്ത് ശരിയാകുമ്പോൾ ചിലപ്പോൾ വേസ്റ്റ് ശരിയാവില്ല. അപ്പോൾ അതൊക്കെ നോക്കണ്ടേന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് ഇവന്മാരെ എടുത്തിട്ട് പോയിട്ടാ. അപ്പോൾ അതേ ഉണ്ണിമോൾക്ക് ഞാൻ 2-3 ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കുകയാണ്. അപ്പം എല്ലാം നമുക്ക് ഇഷ്ടമായി കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം കൂടി അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. എന്താ പറയുക, ഓരോ സെറ്റ് എടുത്ത് വരുമ്പോഴും അത്യാവശ്യം റേറ്റ് വരും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി എടുക്കാൻ പറ്റില്ല, ഒരു ജോഡി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഒരു ഡ്രസ്സ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ണിമോളുടെ കാര്യം ഏകദേശം ഫൈനലൈസ് ചെയ്തു. അതിന് ശേഷം നമ്മൾ പോയിട്ട് നിച്ചുമോന് ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ഞാനീ പോയ കടയുണ്ടല്ലോ, കൊടുങ്ങല്ലൂരത്തൊരു പ്രശസ്തമായ കടയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ സർവീസ് തീരെയില്ല. ഇനിയിപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണോ? വേണ്ട. എന്തെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവായിരിക്കും. ഇവന്മാർ ഇത്രയും ഡാൻസാണ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പൊ അതിന് ഇച്ചുമോനുള്ള ഡ്രസ്സും കിട്ടി. അതില്ലേ ചേച്ചി ഡാൻസ് കണ്ടില്ലേ? അതെ, ചേച്ചി നിച്ചുമോന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ചേച്ചി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അതപ്പോ ഞാനിപ്പോ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത്. ഞാൻ ഇവന്മാർക്ക് സെലക്ഷൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പൊ അതെ അവന്മാർക്കുള്ള ഡ്രസ്സുകളൊക്കെ സെറ്റായി. അപ്പൊ എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. പക്ഷേ എൻ്റെ അടുത്ത് നിർബന്ധിച്ചു, ഒരു ഡ്രസ്സ് എടുക്കച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുത്ത് കളയാം. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കടയിൽ ഞാൻ നോക്കി. പക്ഷേ സ്വാഭാവികം അവരില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സ്വന്തം എൻ്റെ കാര്യത്തിൽ കേട്ടോ എനിക്ക് ഏറ്റവും നല്ല സെലക്ഷൻ കിട്ടുന്ന ഒരു കടയാണ് എൻ്റെ സ്വന്തം സ്വയംവര സിൽക്സ്. ഞാൻ പരസ്യമൊന്നും പറഞ്ഞല്ല കേട്ടോ. എനിക്ക് അവിടെ ചെന്നിട്ടുള്ള കസ്റ്റമർ സർവീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ട് നോക്കി. എനിക്കിതിലൊരെണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. എൻ്റെ ഒരു ആഗ്രഹമാണല്ലോ ഇങ്ങനത്തേക്കൊരു ഡ്രസ്സ് ഇടണമെന്ന്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരെണ്ണം സെറ്റാക്കി അതൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ബില്ലൊക്കെ ചെയ്ത് നേരെ പോരുകയാണ്. അപ്പോൾ എന്താ പറയുക, എടുത്ത് കഴിഞ്ഞിട്ടും ഇങ്ങനെ കൺഫ്യൂസ് അടിച്ചിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല. ഞാൻ അങ്ങനെയാണ്. എനിക്ക് എടുത്ത് കഴിഞ്ഞിട്ടും പിന്നെ സംശയമാണ്, ഇത് എടുക്കണോ വേണ്ടയോ വേറെ നോക്കണോ. ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്ക് എന്തായാലും അത്യാവശ്യം ഇഷ്ടപ്പെടുന്നൊരു ഡ്രസ്സ് തന്നെ ഇവിടുന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ DQനെ കണ്ടപ്പോൾ ഇവന്മാർ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റിക്കറാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഡ്രസ്സ് കുറച്ച് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് തരുന്ന സമയത്തിന് ഞങ്ങൾ വിചാരിച്ചു ചായ കുടിച്ചിട്ടുണ്ടായില്ല. അപ്പം നേരെ തൊട്ടടുത്ത് KRൽ പോയിട്ട് ചായ കുടിക്കുന്നു പറഞ്ഞാൽ ചായ മാത്രം ചായ എന്ന് പറയാനുള്ളൂ. ബാക്കി സ്നാക്സൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. ഒരാൾ കേക്ക് വാങ്ങിച്ചു, കണ്ണം പാവൊരു സുഖിയ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. ഒരാൾ ഡോണറ്റ്, ഞാൻ എന്താണ് വെജ് പാൻ റോളോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം കേട്ടോ. ഒന്നിനും കൊള്ളില്ലായിരുന്നു. വെറും നഷ്ടമാണ്. ഇതൊന്നും ആരും വാങ്ങിച്ച് കഴിക്കണ്ട. ഞാൻ ഇതൊരു പറഞ്ഞേക്കാണ്, പരസ്യം കൊടുത്തേക്കാണ്. അപ്പം ഞാൻ വാങ്ങിച്ച സാധനം വെറും പൊട്ടയായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സവാളയൊക്കെ മാത്രം മസാല ഇട്ടിട്ടൊരു ഫില്ലിംഗ് ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ നോൺ വെജ് കഴിക്കാതിരുന്നതിൻ്റെ കാര്യം ഇതാണ്. നമുക്ക് അമ്പലത്തിൽ വന്നിരുന്നു. അമ്പലത്തിൽ നമ്മൾ കയറിയില്ല. അപ്പം നമ്മൾ യക്ഷിക്കളം പരിപാടിയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങൾ നേരെ വന്നിട്ട് സദ്യയൊക്കെ കഴിക്കുകയാണ്. സദ്യയൊക്കെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നല്ല പായസവും ഒക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഉണ്ണിമോളൊക്കെ അവിടെ നിന്ന് കഴിക്കേണ്ടത് നേരെ പോയിട്ട് യക്ഷിക്കളമൊക്കെ കണ്ടു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കോട്ടപ്പുറം മാർക്കറ്റിലൊന്ന് പോയിരുന്നിട്ട് നമുക്ക് ഉത്സവമൊക്കെ ആയിട്ട് വീട്ടു സാധനങ്ങൾ കുറച്ചധികം മേടിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അത് ഓടി നടന്ന് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഇവിടെ കുറച്ചൊരു ഓടി നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞി
എന്താ പറയുക, കുഞ്ഞു വ്ളോഗാണോ, 5 മിനിറ്റ് കുറച്ച് കൂടുതലല്ലേ, എന്നാലും